നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി സിനിമാ മേഖലയിലെ വിഷയങ്ങൾ നടക്കുകയാണ്. ഫിയോക്ക് പെട്ടെന്നൊരു സമരപ്രഖ്യാപനം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നിർമ്മാതാക്കളും വിതരണക്കാരുടെ സംഘടനയും ഫിയോക്കിനെതിരെ രൂക്ഷമായ നിലയിലേക്ക് വരികയുണ്ടായി. അതോടൊപ്പം സിയാദ് ഖോക്കറിനെതിരെ വലിയ മോശമായ നിലയിൽ വിജയകുമാർ 23 കേസിലെ ക്രിമിനൽ പ്രതിയാണെന്ന് പ്രസ്താവന മാധ്യമങ്ങളോട് നടത്തുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് വിഷയങ്ങൾ മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടനയെ വെച്ച് യോഗം ചേർന്നു. അവിടെ ഫിയോക്കിന്റെ ചെയർമാൻ ദിലീപും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനായ ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അന്ന് തന്നെ ദിലീപ് പറഞ്ഞിരുന്നു ഫിയോക്കുമായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്ന് ദിലീപ് ഇവരുമായി കണ്ടിട്ട് 27-ാം തീയതി അടിയന്തര മീറ്റിംഗ് വിളിക്കണമെന്ന് വിജയകുമാറിനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വിളിക്കുകയും ചെയ്തു. ആ മീറ്റിംഗിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ദിലീപ് വാർത്താസമ്മേളനത്തിൽ പറയുന്ന കാര്യം ഇപ്രകാരമാണ്. തെറ്റിദ്ധാരണപരമായ വാർത്തകളാണ് പുറത്തു വരുന്നതെന്ന് ദിലീപ് പറയുന്നു. സംഘടനകൾ ആകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ദിലീപ് എന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ വലുതായി എന്നാണ് ദിലീപ് പറയുന്നത്. അങ്ങനെ ദിലീപ് പറയുന്ന വാർത്താസമ്മേളനത്തെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായെന്നതിന്റെ തെളിവാണ്. വിജയകുമാറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇനി സമരമില്ല എന്നൊരു പ്രഖ്യാപനമാണ് ദിലീപ് നടത്തിയ ആ വാർത്താസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മാധ്യമത്തിൽ വന്ന വാർത്തയും അതിൽ ചെറിയൊരു പ്രസ് മീറ്റും ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. സംഘടനകളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തിയേറ്റർ അസോസിയേഷൻ ഒരു സമരം പ്രഖ്യാപിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ജനസമൂഹത്തിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സംഘടന നടത്തുമ്പോൾ സംഘടനയ്ക്കകത്തുള്ള മെമ്പേഴ്സിൻ്റെ പല പ്രശ്നങ്ങൾ, അത് നമുക്കതിനൊരു പരിഹാരം കാണാൻ പറ്റാത്ത രീതിയിലേക്ക് നീങ്ങുമ്പോൾ പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഫിയോക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് സംസാരിച്ച് വന്നപ്പോൾ അത് വലിയൊരു സമരത്തിലേക്ക് വരികയാണ്. ഈ ആഴ്ച മുതൽ സിനിമകളില്ല, 23-ാം തീയതി തുടങ്ങിയ സിനിമകളില്ല, തിയേറ്ററുകൾ അടയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചരണം ഉണ്ടായി. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഞാനത് വ്യക്തമായി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പ്രതിഷേധമാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ, ജനങ്ങൾ കാണുമ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററുകളൊക്കെ അടയ്ക്കുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് മുമ്പിൽ വന്നത്. പ്രത്യേകിച്ചിപ്പോൾ ജനങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വളരെ ആവേശത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ സിനിമകളൊക്കെ വലിയ വിജയത്തിലേക്ക് വരുന്നുണ്ട്. പ്രേക്ഷകരുടെ ആ സിനിമ കാണാനുള്ള ആവേശമൊക്കെ നമ്മൾ ഈ അടുത്ത കഴിഞ്ഞ സിനിമകളിൽ നമ്മൾ കാണുന്നുണ്ട്. സിനിമകൾ നന്നാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസരത്തിൽ ഒരിക്കലും ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഒരു അടച്ചിട്ട സമരത്തിനോ ഒന്നും തയ്യാറല്ല. നമ്മൾ സിനിമാ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചേംബറും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതിനകത്തൊരു കുടുംബമാകുമ്പോൾ ചില പ്രശ്നങ്ങൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്നു പറയുന്ന പോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രതിഷേധം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് പരിഹാരങ്ങൾ കാണാതിരുന്നപ്പോൾ ഒരു ചെറിയ കാലയളവ് സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷയം, അത് പ്രത്യേകിച്ച് ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു തിയേറ്ററിൻ്റെ വിഷയത്തുമ്മയാണ് പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ അതിലെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ച് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ആയിട്ട് ഞാൻ പേഴ്സണലി പോയി സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ സിനിമയുണ്ടോ, തിയേറ്റർ അടയ്ക്കുന്നുണ്ടോ എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ തിയേറ്ററുകൾ അടയ്ക്കുന്നില്ല, തിയേറ്ററുകളെല്ലാം തുറന്നു തന്നെ ഇരിക്കുകയാണ്. വരുന്ന പടങ്ങൾ എന്തായാലും മലയാള സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും തിയേറ്ററുകളിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് തന്നെയാണ്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു വെച്ചാൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സഹോദര സംഘടനകളാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കണ്ട് ഒരു മേശയ്ക്ക് ഇരുന്ന് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ വിഷയങ്ങൾ നമ്മളെന്തായാലും ചർച്ച ചെയ്ത് തീർക്കും. അതിലേക്കുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള
എന്താ പറയുക, ഒരു പകപോക്കലോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും ഇതിലില്ല. ദിലീപ് വാർത്താസമ്മേളനം നടത്തിയതിനു ശേഷമായിരുന്നു നിർമ്മാതാക്കളും വിതരണക്കാരും ഒത്തുചേർന്ന് വാർത്താസമ്മേളനം നടത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു കോർ കമ്മിറ്റി, ഫിയോക്കിൽ ഒരു കോർ കമ്മിറ്റി രൂപം കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപ് എല്ലാം ഉൾപ്പെടുന്ന ഒരു കോർ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കാം, ദിലീപിന്റെ വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് നിർമ്മാതാക്കളും വിതരണക്കാരും ചേർന്ന് ഒരു വാർത്താസമ്മേളനം നടത്തിയത്. ആ വാർത്താസമ്മേളനത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിർമ്മാതാക്കളെ ചിലർ ചേർന്ന് കൊള്ളയടിക്കുന്ന രീതിയിൽ ആണ് ഫിയോക്കിന്റെ ആരോപണമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഫിയോക്കിന്റെ നിലവിലെ ഭരണസമിതിയുമായി നിർമ്മാതാക്കളും വിതരണക്കാരും സഹകരിക്കില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ തലപ്പത്തുള്ളത്ര കാലം ഫിയോക്കുമായി ഇനി സഹകരിക്കില്ല എന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും പറയുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വാർത്താസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു. അതോടൊപ്പം സിയാദ് കോക്കറിനെതിരെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. അതും ഒരു കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനയും പറഞ്ഞു. പിന്നെ OTT-യുടെ പ്രശ്നം ഇവർ ചൂണ്ടിക്കാട്ടും. 24 OTT-യുടെ കാര്യം പറയുന്നത് 42 ദിവസത്തിന് ശേഷമേ OTT കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിർമ്മാതാക്കൾ ചോദിക്കുന്നു, എന്നാൽ 42 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ, അത്ര ദിവസം സിനിമ ഓടിച്ചു തരുമെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. എന്തായാലും ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഒരു ആവശ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെയും സംയുക്ത യോഗം തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ 23-ാം തീയതി മുതൽ മലയാള സിനിമ കളിക്കില്ല എന്നുള്ള വിവരം എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ യോഗത്തിൽ അന്ന് വരുന്ന സിനിമകൾ, ഈ വരുന്ന നാടുകളിലുള്ള സിനിമകളെല്ലാം തന്നെ റിലീസ് ചെയ്യാനും അത് ഏതൊക്കെ തിയേറ്ററിൽ കളിക്കുന്നു ആ തിയേറ്ററുകളായിട്ട് ഞങ്ങൾ കൂടുതൽ സഹകരിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് നമുക്കുള്ളത്. പിന്നെ ഈ സമരസംബന്ധമായിട്ട് ഏകപക്ഷീയമായ സമരങ്ങൾ പാടില്ല എന്നും പറഞ്ഞാണ് ഫിയോക്ക് തുടങ്ങിയത്. പക്ഷേ കാലം മാറിയപ്പോൾ അതിൻ്റെ സ്വരവും മാറി. അത് ഞങ്ങൾക്ക് കടുത്തായ അമർഷമുണ്ട്. ഇവിടെ സമരമല്ല, ഒന്നാമത് സിനിമക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 3 സിനിമകൾ നിങ്ങൾക്കറിയാം, ഈ അടുത്ത ഈ റിലീസായ സിനിമകളെല്ലാം തന്നെ വളരെയധികം പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനം സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമരതന്ത്രം അല്ലെങ്കിൽ സമര പരിപാടികളായിട്ട് മുമ്പോട്ട് വരുന്നത്. ഇതിലൊന്നും തന്നെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും യാതൊരുവിധ ഭാഗവാക്കില്ല. അങ്ങനെ സമരം ചെയ്യുന്ന തിയേറ്ററുകളിൽ യാതൊരു വിധത്തിലും ഈ ഇൻഡസ്ട്രി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ തീരുമാനം സഹകരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ഒരു ഒത്തുതീർപ്പ ചർച്ചയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ഞങ്ങളുടെ അപ്പേറ്റ് ബോഡിയായിട്ടുള്ള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് അത് ആക്ച്വലി ഇന്ന് അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ഈ വക ഇഷ്യൂസ് സംസാരിക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നത്. അപ്പോഴാണ് സമരം വന്നത്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ അതിനെ പറ്റി ഒരു സംസാരം വേണ്ട. എന്തിനു വേണ്ടി സമരമൊന്നും അവർക്ക് തന്നെ ലക്ഷ്യമില്ല. പിന്നെ OTT പ്ലാറ്റ്ഫോമിലെ കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ലാത്ത തീരുമാനങ്ങളെന്ന് നേരത്തെ തന്നെ ചേംബറിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന സമയത്ത് തന്നെ പടം എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ തന്നെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഈ തീരുമാനങ്ങൾ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്ന് ഫീൽ ചെയ്യുന്നു. വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഫിയോക്ക് എന്ന പറഞ്ഞ സംഘടനയിൽ ഇന്ന് നിലവിലുള്ള ഭരണാധികാരികൾ മാറാതെ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അടങ്ങിയ സംഘടന അതിനെ അംഗീകരിക്കുന്നില്ല. യാതൊരുവിധ ഒത്തുതീർപ്പ് ചർച്ചകളും ഉണ്ടാകില്ല. ചേംബറിലൊന്നും ഇനിയൊരു മീറ്റിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ
ഞങ്ങൾ അത് ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയൊരു സജഷൻ വന്നിരുന്നു, 42 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ OTT കൊടുക്കാവുള്ളൂ എന്ന്. അത് ചേംബറിൽ ഡിസ്കസ് ചെയ്ത മാറ്ററാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഡിസ്കസ് ചെയ്ത മാറ്ററാണ്. അങ്ങനെ ഞങ്ങൾ നിരവധി പ്രാവശ്യം ട്രൈ ചെയ്യുകയും അത് ഞങ്ങളെ കൊണ്ട് നടക്കാതെ വരികയും ചെയ്തു. കാരണം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, സോണി ലീവ് പോലെയുള്ള കമ്പനികളാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഇത് കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഇപ്പം അവരിത് ഇന്ന ഡേറ്റിൽ 28 ദിവസത്തിനുള്ളിൽ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർ എടുക്കാനായിട്ട് തയ്യാറാവുന്നുള്ളൂ. ഇപ്പോൾ പല സിനിമകളും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് 42 ദിവസം കൊണ്ടേ ഉള്ളൂ തരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുക? അത് നടക്കുന്ന സാഹചര്യമല്ല. അപ്പം ഞങ്ങൾ ചേംബറിൽ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾ ഈ സിനിമ നിങ്ങളെ ഏൽപ്പിച്ചേക്കാം, നിങ്ങൾ പോയി വിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലോസ് വെച്ചു, എഗ്രിമെന്റ് വെക്കുമ്പോൾ 42 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിറ്റാൽ മതി. ഞങ്ങൾക്കും അതാണല്ലോ സൗകര്യം. കാരണം അത്രയും ദിവസം തിയേറ്ററിൽ കളിക്കാനായിട്ട് വരും, അത്രത്തോളം റവന്യൂ ഞങ്ങൾക്ക് കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു യോഗത്തിലോ എൻ്റെ അസോസിയേഷനിലോ ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലോ അത്രയും തരം താഴ്ന്ന ഒരു പ്രസ്താവന നടത്താൻ ഞാൻ തയ്യാറല്ല. അത് എൻ്റെ മാന്യതക്ക് ചോദിച്ചതല്ല എന്ന് വിചാരിച്ചിട്ട്, പറയാൻ അറിയാൻ പാടാത്തത് കൊണ്ടിട്ടല്ല. ഏകപ്രകടനം കൊണ്ടാ തീരുമോ? എന്നെ ഉദ്ദേശിച്ച് തീരില്ല. എന്നെ ഉദ്ദേശിച്ചെങ്ങനെ തീരുന്നത്? ഇന്ന് രാഷ്ട്രീയം കളിക്കുന്നു. നോ, അങ്ങനെ ഒരു ഏകപ്രകടനം കൊണ്ടിട്ടും തീരുന്ന എല്ലാ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം. അതിൻ്റെ വഴികളുണ്ടല്ലോ, നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. അപ്പം ഇത്തരം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എന്തായാലും ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയകുമാർ ആദ്യം എനിക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടർന്ന്. അഭിമുഖത്തിൽ 22-ാം തീയതി സമരം പ്രഖ്യാപിക്കുന്നു. അത് പിന്നീട് പെട്ടെന്ന് ഇരട്ടത്താപ്പ് നയത്തിൽ 23-ലേക്ക് മാറ്റുന്നു. പിന്നീട് പറയുന്നു മഞ്ഞുമേൽ ബോയ്സ് റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അത് മാർച്ച് 1-നോ മാർച്ച് 10-ാം തീയതി അത് കഴിഞ്ഞിട്ട് സമരമുള്ളൂ എന്ന് പറയുന്നു. അതുമായിട്ട് പ്രതികരിച്ചാണ് സിയാദ് കോക്കർ രംഗത്ത് വരികയും പിന്നീട് സിയാദ് കോക്കർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഫിയോക്കിന്റെ പ്രസിഡന്റ് വന്നതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് പോയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫിയോക്ക് സംഘടനയിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു. സോണി ഉൾപ്പെടെയുള്ളവർ, അത് ഏറ്റവും മുതിർന്ന അംഗമായ ബോബിച്ചാൻ ഉൾപ്പെടെയുള്ളവർ ആ സംഘടനയിൽ നിന്നും പിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ഇനി കാത്തിരുന്ന് നമുക്ക് കാണാം.